ഞാൻ ലാസ്റ്റ് ബഷീർഖാനെ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ബോക്സിൽ വന്ന് ചൊറിഞ്ഞു. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ വീഡിയോസിന് വേണ്ടി മാത്രം പറഞ്ഞതല്ല, അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ തെറ്റ് തിരുത്താൻ വേണ്ടി പോയതല്ല. പുള്ളിക്കാരൻ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതി, നാളത്തെ ഭാവിയിൽ ട്രെയിനർ ആവാൻ പോകുന്ന കുട്ടികൾക്കാണ് പുള്ളിക്കാരൻ റോങ് ആയിട്ട് ഇൻഫർമേഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ മിത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ വന്ന കമൻറ്റാണ്, ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ വീഡിയോയും കൂടി ഇട്ടിട്ട് ഡയലോഗ് അടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരെ കമൻറ്റ് ബോക്സിൽ മൊത്തം ഇങ്ങനെ പൊരിഞ്ഞ തെറിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ വീഡിയോ ബാലൻസ് ചെയ്ത് ചെയ്യാൻ മതി. കൂടുതലായിട്ട് ക്വാഡ്രപ്സിൽ കിട്ടുന്നാന്ന് പറയുന്നത്. നമുക്കത് നോക്കിയാലോ കിട്ടുന്നുണ്ട്. ബഷീർ സാർ ഒരു ബോഡി ബിൽഡറാണ്, അതുപോലെ തന്നെ ഒരു ഫിറ്റ്നസ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രിൻസിപ്പാളുമാണ്. അതുപോലെ തന്നെ അടുത്ത വന്ന കമൻറ്റാണ്, ഞാൻ ഞരമ്പുകൂടെ ഓടുന്ന സമയത്ത് പുള്ളിക്കാരൻ മസിലുണ്ടായി. ഞാൻ ഞരമ്പുകൂടെ ഓടുമ്പോൾ പുള്ളിക്കാരൻ പരമത്തൂടെ ഓടിക്കോട്ടെ, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. ഞാൻ പറഞ്ഞത് എന്താ, പുള്ളിക്കാരൻ ടീച്ചിങ് ടെക്നിക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ മെയിനായിട്ട് അടുത്ത കമൻറ്റ് എന്ന് പറഞ്ഞാൽ, ഈ വർക്കൗട്ട് ഫംഗ്ഷനാലിറ്റിക്ക് ഉള്ളതാണ്, അല്ലെങ്കിൽ കോർ മസിൽസിനുള്ളതാണ്. ഇത് നൈസാണല്ലോ. ഏതൊരു വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് തെറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷനാലിറ്റി കോർ മസിൽസ് കൂട്ടിച്ചേർത്താൽ കഴിഞ്ഞല്ലോ പരിപാടി. എന്താണ് ഈ വർക്കൗട്ടിലും ഫംഗ്ഷനാലിറ്റി നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, നമ്മളൊരു ഷോൾഡർ പ്രസ് ചെയ്ത് അതിലെന്തെങ്കിലും ഫംഗ്ഷനാലിറ്റി നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റി അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ വെക്കുക. ഇതിലെന്താ നിങ്ങൾ ഫംഗ്ഷനാലിറ്റി ഉദ്ദേശിച്ചത്? ഇനി കോർ മസിൽസ് എല്ലാവരും നൈസ് അടവാ. കോർ മസിൽസ് നിങ്ങൾ കോർ മസിൽസ് ചലഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒറ്റ കാലം നിന്നാൽ പോരെ. ഇതിനെക്കാളും കൂടുതൽ ചലഞ്ച് നിങ്ങൾക്ക് ആ മസിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ കിട്ടില്ലേ? കോർ മസിൽസിന് ആദ്യം കോർ മസിൽസിൻ്റെ ഫംഗ്ഷൻ എന്താണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് മുന്നോട്ടേക്കും പിന്നോട്ടേക്കും വീഴാതിരിക്കാൻ വേണ്ടി നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന മസിൽസാണ് കോർ മസിൽസ് എന്ന് പറയുന്നത്. കോർ മസിൽസിന് ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് വർക്കൗട്ട് ചെയ്തൊക്കെയാണ് നിങ്ങൾക്ക്. ഒന്ന് സ്ക്വാട്ട് ചെയ്യുക, സ്റ്റെപ്പ് അപ്പ് ചെയ്യുക, അതേപോലെ തന്നെ ഡെഡ് ലിഫ്റ്റ് ചെയ്യുക, ബെൻഡ് ഓവർ ചെയ്യുക, ഗുഡ് മോർണിംഗ് ചെയ്യുക. അതാണ് ഏറ്റവും ബെസ്റ്റ് വർക്കൗട്ട്. ഇങ്ങനെ വർക്കൗട്ട് എടുത്തിട്ട് എന്താ കാര്യം? ഇതിനുള്ള ആൻസർ നേരത്തെ ചെയ്തതിലൊരു വീഡിയോ അതിലുണ്ട്, പ്രോപ്പറായിട്ടുള്ള ആൻസർ ആ വീഡിയോസിലുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ ഞാൻ പറഞ്ഞ് നിങ്ങളെ റെക്ടസ് അബ്ഡോമിൻ ആകെപ്പാടെ രണ്ട് വർക്കൗട്ടുള്ളൂ. വേറെ വർക്കൗട്ടൊന്നും ഇല്ല നിങ്ങളുടെ റെക്ടസ് അബ്ഡോമിൻ. അതിൽ വന്ന് പുള്ളിക്കാരൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഇട്ടാ, നിനക്ക് അറിയായിട്ടാണ് ഫീൽ നോക്കി വർക്കൗട്ട് ചെയ്യണം. റെക്ടസ് അബ്ഡോമിന് വേറെ ഒരുപാട് വർക്കൗട്ട് ഉണ്ട്. എൻ്റെ മക്കളെ, നിങ്ങൾ ഫീൽ നോക്കി വർക്കൗട്ട് ചെയ്തിട്ട് കാര്യമില്ല. ചിലപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന മസിലിനായിരിക്കും ഫീൽ ഉണ്ടാവും, ചില വർക്കൗട്ട് ചെയ്യാത്ത മസിൽസിനായിരിക്കും ഫീൽ ഉണ്ടാവുക. നിങ്ങൾ റെക്ടസ് അബ്ഡോമിന് വർക്കൗട്ട് അറിയില്ലെങ്കിൽ തൽക്കാലം ഞാൻ പറഞ്ഞുതരാം. റെക്ടസ് അബ്ഡോമിൻ്റെ മസിൽസ് ഒറിജിനേറ്റ് ചെയ്യുന്നത് 6th 7th ബോണിൽ വന്നിട്ട് പിബിക് ബോണാണ് എൻഡ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ലെഗുമായിട്ട് എവിടെ കണക്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇങ്ങനെ നിങ്ങൾ ലെഗ് റേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അബ്ഡോമൻ വർക്ക് ചെയ്യുക. പല ആൾക്കാരും ഫീൽ നോക്കിയിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരിക്കലും ഫീൽ നോക്കി വർക്കൗട്ട് ചെയ്യരുത്. എന്താണോ നിങ്ങളുടെ വർക്കൗട്ട് അത് പ്രോപ്പറായിട്ട് ചെയ്യുക. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ലെഗ് റേസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫീൽ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫീൽ വരുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിപ്പ് ഫ്ലെക്ഷൻ ആണ്. ഈ ഒരു മൂവ്മെന്റ് ആണ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ക്രഞ്ച് ആവുന്നില്ല, സ്പൈൻ ക്രഞ്ച് ആവുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഫീൽ വരാൻ കാരണമാണ് ഇലിയാക്രോസ എന്ന് പറഞ്ഞാൽ ഹിപ്പ് ഫ്ലെക്ഷന് വേണ്ടിയിട്ട് വേറെ മസിൽ വർക്ക് ചെയ്യുന്നത്. ആ മസിൽ എന്ന് പറയുന്നത് ശരിക്കും ഈ അബ്ഡോമന്റെ അടിയിലാണ് ആ ശരിക്കും ആ മസിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ബ്ലഡ് ഫ്ലോ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ ഫീൽ വരുന്നുണ്ട്. പക്ഷെ മസിൽസ് അബ്ഡോമൻ മസിൽ അല്ല അവിടെ വർക്ക് ചെയ്യുന്നത്. ഈ മസിൽസ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഹിപ്പ് ഫ്ലെക്സേഴ്സ് ആണ് വർക്ക് ചെയ്യുന്നത്. ഹിപ്പ് ഫ്ലെക്സേഴ്സ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്തേക്ക് നല്ല രീതിയിൽ ബ്ലഡ് ഫ്ലോ വരും. കുറെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലാറ്റിസ് ആസിഡ് ഫോം ചെയ്യും, പിറ്റേ ദിവസം പെയിൻ ഉണ്ടാവും. പക്ഷേ റെക്ടസ് അബ്ഡോമൻ അവിടെ വർക്ക് ചെയ്യുന്നില്ല. ഇങ്ങനെയാണ് റിവേഴ്സ് ലെഗ് റേസ് ചെയ്യുന്നത്. ഈ സമയത്ത് ട്രങ്ക് ഫ്ലെക്ഷൻ ആവുന്നുണ്ട്, സ്പൈൻ ക്രഞ്ച് ആവുന്നുണ്ട്. ഇതിന്റെ പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറയുന്നത് രീതിയിലാണ്. ഇതിന്റെ പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറയുന്നത് നമുക്ക് ബെഞ്ച് ടോപ്പ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും നമുക്ക് ലെഗ് റേസ് ചെയ്യാവുന്നതാണ്. ഈസി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാങ്ങിങ് ലെഗ് റേസ് ചെയ്യുന്നതാണ്. ഈ രീതിയിലാണ് ഹാങ്ങിങ് ലെഗ് റേസ് ചെയ്യേണ്ടത്.